വെറുതെ ഇരിക്കാനേ പാടില്ല. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെറുതെ ഇരുന്നാൽ നിങ്ങൾ വൃദ്ധന്മാരാകും, വെറുതെ ഇരുന്നാൽ നിങ്ങൾ രോഗികളാകും, വെറുതെ ഇരുന്നാൽ നിങ്ങൾ വെറുതെയാകും. നേരെ മറിച്ച് നിങ്ങൾ എൻഗേജ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾക്ക് മരണം വരെ നിങ്ങൾക്ക് എങ്ങായിട്ട് ജീവിക്കാൻ പറ്റും. യങ് എന്ന് പറഞ്ഞാൽ യുവത്വം എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്, മനസ്സിൻ്റെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളെപ്പോഴും നിങ്ങൾ മാറി നിൽക്കാൻ തീരുമാനം. ചില ആളുകൾ കാണാം റിട്ടയർമെൻറ്റോട് കൂടി രോഗികളാവും. കാരണം എന്താ, സാധാരണ രാവിലെ 10 മണിക്കല്ല, രാവിലെ 8 മണിക്ക് എണീറ്റ് കുളിച്ച് പോകും, വൈകുന്നേരം വരും. അവിടെ ലൈഫിൻ്റെ ഒരു ചിട്ടവട്ടമുണ്ട്. റിട്ടയർമെൻ്റ് ആയതിൻ്റെ പിറ്റേ ദിവസം എന്താ വെച്ചാൽ കിടന്നുറങ്ങും, പിന്നെ രോഗിയാവും, പിന്നെ ഷുഗർ നോക്കും, പിന്നെ കൊളസ്ട്രോൾ ഉണ്ടോയെന്നൊരു സംശയം തോന്നും, പിന്നെ കാലിന് എന്തൊരു തളർച്ച ഉണ്ടോ തോന്നലുണ്ടാവും. തോന്നലുകൾക്ക് മെഡിസിൻ നിർദ്ദേശിക്കുന്ന മെഡിക്കൽ സംവിധാനം പുരോഗമിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് തോന്നാൻ മാത്രം തീരുമാനിച്ചാൽ മതി. നിങ്ങൾ സുന്ദരനായ രോഗിയാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ. അത്രമാത്രം ഹെൽത്ത് എന്ന് പറയുന്നത് ഇന്ന് സർവീസ് അല്ല, ഹെൽത്ത് ഇൻഡസ്ട്രിയാണ്. ഹെൽത്ത് ഇൻഡസ്ട്രി വളർന്ന ഒരു കാലത്ത് നമ്മളെപ്പോലുള്ള ഒരുപാട് ആകുലതകളെയും ആശങ്കകളെയും ഏറ്റവും സുന്ദരമായ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനത്തിനകത്ത് വെച്ച് നമ്മളെ നന്നായി പിഴിയാനും നല്ല രോഗിയാക്കാനും പറ്റുന്ന സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം തോട്ട്സിലേക്ക് നിങ്ങൾ തിരിയരുത്. നിങ്ങൾ എൻഗേജ് ചെയ്യണം, എന്തിലെങ്കിലും എൻഗേജ് ചെയ്യണം. ഞാൻ പലപ്പോഴും പറയാണ്ട് എൻഗേജ് ചെയ്ത്. ഇപ്പോൾ പിന്നെ ശ്രീ VS അച്യുതാനന്ദൻ 2ാമത് മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ അദ്ദേഹം രോഗിയാവുമായിരുന്നില്ല, അത് വിശ്വസിക്കുന്ന ആളാണ്. 3ാമതുമായിരുന്നെങ്കിൽ അയാളിപ്പോൾ രോഗിയായത് എൻഗേജ്മെൻറ്റ് നിന്നുകൊണ്ടാണ്. 96ാമത്തെ വയസ്സിൽ അയാൾ ലൈവായിരുന്നു. അതേ വീണ്ടും ആയിരുന്നെങ്കിൽ അയാൾ ഇപ്പോഴും ആ നീട്ടി വലിച്ച സംസാരവുമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. കാരണം ഒരാൾ എൻഗേജ് ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയൊന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. വെറുതെ ഇരുന്നാൽ തോന്നും തലക്ക് ഒരു ബാലൻസ് തെറ്റുന്നുണ്ടോ, അല്ലേ? ചെറിങ്ങൾക്ക് തോന്നല്ലേ ഒരു ബാലൻസ് പ്രശ്നമുണ്ടോ, നടത്തത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ, അതുപോലെ തന്നെ മുട്ടിന് എന്തൊരു വേദന ഉണ്ടോ. അപ്പോഴേക്കും നിങ്ങൾ പരസ്യം കാണും മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ തന്നെ മുട്ടിന് വേദന പരിഹരിക്കാനുള്ള സ്ഥലം. അപ്പോഴേക്കും നമ്മൾ അവിടെ ഓടും. മനുഷ്യനാകുമ്പോൾ ഓരോ പ്രശ്നം ഉണ്ടാവില്ലേ? ഇങ്ങനെ എല്ലാറ്റിനും പരിഹാരം ഇപ്പോൾ ചാനലായാലും പത്രമായാലും പരസ്യം കൊടുത്തിട്ട് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന സംവിധാനം. അപ്പം നമ്മൾ അതിലേക്ക് പോകും. ഞാൻ പറഞ്ഞു വരുന്നത്, അതിന് നിങ്ങൾ നിന്ന് കൊടുക്കരുത് എന്നാണ്. ഗൾഫ് എന്ന് പറയുന്നത് വിശ്രമിക്കാനുള്ള കാലയളവല്ല, നിങ്ങൾക്ക് നന്നായി അധ്വാനിക്കാനുള്ള കാലയളവ്. റിട്ടയർമെൻറ്റിന് ശേഷമാണ് എനർജറ്റിക് ആയിട്ട് ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. കാരണം ഇപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല